മേ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീകൃഷ്ണായ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥാഷ്ടമോധ്യായ. ശൗനകൗവാച. സൂതജീവചിരം സാധോ വദനോ വദതാം വര തമസ്യ വാരേ ഭ്രമതാം നൃണാം ത്വം പാരദർശന ആഹുശ്ചിരായുഷമൃഷിം മൃഗണ്ഡതനയം ജന യകൽപാന്തേ ഉർവരിതോ യേന ഗ്രസ്തമിദം ജഗൽ സവാ അസ്മൽകുലോൽപ്പന്ന കൽപ്പേസ്മിൻ ഭാർഗവർഷഭ നൈവാധുനാഭിഭൂതാനാം സംപ്ലവ കോപി ജായതേ ഏക എവാർണവേ ഭ്രാമ്യൻ ദദർശപുരുഷം കില വടപത്രവുടേ തോകം ശയാനം ത്വേകമത്ഭുതം ഏഷ ന സംശയോ ഭൂയാൻ സൂത കൗതൂഹലം യഥാ തം ന ഛിന്തി മഹായോഗിൻ പുരാണേഷ്വപി സമ്മത. സൂതവാച. പ്രശ്നസ്ത്വയാ മഹർഷേയം കൃതോ ലോകഭ്രമാവഹ നാരായണകഥായത്ര ഗീതാ കലിമലാഭ പ്രാപ്തദ്വിജാതിസംസ്കാരോ മാർക്കണ്ഡേയ പിതുക്രമാൽ ചന്ദ്യം സധീത്യ ധർമ്മേണ തപ സ്വാധ്യായ സംയുത ബൃഹദ്ധരശാന്തോ ജഡിലോ വൽക്കലാംബര ബിഭ്രത്കമണ്ഡലം ദണ്ഡമുപവീതം സമേഖലം കൃഷ്ണാജിനം സാക്ഷസൂത്രം കുശാശ്ച നിയമർദ്ധയേ അഗ്നിർക്ക ഗുരുവിപ്രാത്മസ്വർച്ചയൻ സന്ധ്യയോർഹരിം സായം പ്രാതസ്സ ഗുരവേ ഭക്ഷ്യമാഹൃത്യ വാഗ്യത ബുഭുജേ ഗുർവനുജ്ഞാത സകൃന്നോ ചേതുപോഷിത ഏവം തപസ്വാധ്യായപരോ വർഷാണാമയുധായുധം ആരാധയൻ ശ്രീകേശം ജിഗ്യേ മൃത്യും സുദുർജയം ബ്രഹ്മ ഭൃഗുർഭവോ ദക്ഷോ ബ്രഹ്മപുത്രാശ്ചയേ പരേ നൃദേവ പിതൃഭൂതാനേ തേനാസന്നതി വിസ്മിത ഇത്തം ബൃഹത് വൃദ്ധധരസ്തപ സ്വാധ്യായ സംയമയേ ദധ്യാവധോക്ഷജം യോഗി ധ്വസ്തക്ലേശാന്തരാത്മന തസ്സൈവം യുഞ്ജതശ്ചിത്തം മഹായോഗേന യോഗിന വദീയായ മഹാൻ കാലോ മന്വന്തരശ്രാത്മക ഏതത്പുരന്തരോ ജ്ഞാത്വാ സപ്തമേസ്മിൻ കിലാന്തരേ തപോ വിശങ്കിതോ ബ്രഹ്മന്നാരേഭേ തദ്വിഘാതനം ഗന്ധർവാപ്സരസകാമം വസന്തമലയാനിലോ മുനിയെ പ്രേഷയാമാസ രജസ്തോഗമതോ തഥാ തേ വൈ തദാശ്രമം ജഗ്മുർഹിമാദ്രേ പാർശ്വോത്തരേ പുഷ്പഭദ്രാ നദീ യത്ര ചിത്രാഖ്യാശ ശിലാ വിഭോ തദാശ്രമപദം പുണ്യം പുണ്യദ്രുമലതാഞ്ചിതം പുണ്യദ്വിജകുലാകീർണം പുണ്യാമലജലാശയം മത്തഭ്രമരസംഗീതം മത്തകോകിലകൂജിതം മത്തബർഹിനടാടോപം മത്തദ്വിജകുലാകുലം വായുപ്രവിഷ്ടാദായ ഹിമനിർജ്ജരശീകരാൻ സുമനോഭിപരിഷ്രക്തോ വവാ ഉത്തംഭയൻ സ്മരം ഉദ്യച്ഛന്ദ്രനിശാവക്ത്ര പ്രവാളസ്തപകാളിഭി ഗോപദ്രുമലതാജാലൈസ്തത്രാസിൻ കുസുമാകരാം അന്വയമാനോ ഗന്ധർവയഗീതവാദിത്രയൂഥകൈ അദൃശ്യത്താത്തജാപേഷു സ്വസ്ത്രീയൂഥവതീ സ്മര ഹുത്വാഗ്നിം സമുപാസീനം ദദൃശു ശക്രകിങ്കര മീലിതാക്ഷം ദുരാധർഷം മൂർത്തിമന്ദമിവാനലം നനൃതുസ്തസ്യ പുരത സ്ത്രിയോധോ ഗായകാജഗു മൃദംഗവീണാവണവേർവാദ്യം ചക്രുർമനോരമം സന്തധേസ്ത്രം സധനുഷി കാമപഞ്ചമുഖം തഥാ മധുർമനോരജസ്തോക ഇന്ദ്രഭൃത്യാവ്യകമ്പയൻ ക്രീഡന്ത്യാ പുഞ്ചികസ്ഥല്യ കന്തുകൈസ്തനഗൗരവാൽ പ്രശമുദ്ദിഗ്നമധ്യായ കേശവിശ്രംസിതസ്ത്രജാ ഇതസ്തതോ ഭ്രമദ്വേഷ്ടശ്ചലന്ത്യാ അനുകന്തുകം വായുർജഹാരതദ്വാസ സൂക്ഷ്മം തൃളിതമേഖലം വിസസർജ തഥാ ബാണം മത്വാ തം സ്വജിതം സ്മര സർവം തത്രാഭവന്മോഖമനീശസ്യ തദ് യഥോദ്യമാ സ ത ഇത്തമപകുർവന്തോ മുനേസ്തേജസാ മുനെ ദഹ്യമാനാ നിവവൃതോ പ്രബോധ്യാഹി വിവാർഭകാം യതീന്ദ്രാനുചരേർബ്രഹ്മൻ ദർശിതോപി മഹാമുനി എന്നാഗാധമോ ഭാവം നതച്ചിത്രം മഹൽസുഹി ദൃഷ്ട്വാ നിസ്തേജസം കാമം സഗണം ഭഗവാൻ സുരാട് ശ്രുത്വാനുഭാവം ബ്രഹ്മർഷേർവിസ്മയം സമകാൽപരം തസ്സൈവം യുഞ്ജതശ്ചിത്തം തപസ്വാധ്യായ സംയമൈ അനുഗ്രഹായ വിരാസിൽ നരനാരായണോ ഹരി തൗ ശുക്ലകൃഷ്ണോ നവകഞ്ചലോചനോ ചതുർഭുജോ രൗരവൽക്കരാംബരോ പവിത്രവാണി ഉപവീതകം ത്രിവൃത് കമണ്ഡലം ദണ്ഡമൃജും ചതുവൈണവം പത്മാക്ഷമാലാമുദ ജന്തുമാർജനം വേദം ച സാക്ഷാത്തവ ഏവ രൂപിണോ തപത്തടിദ്വർണവിശങ്കരോജിഷ
പ്രാംശുദ്ധാനോ വിബുധർഷഭാർച്ചിതോ തേ വൈ ഭഗവതേ രൂപേ നരനാരായണ ഋഷി ദൃഷ്ടോത്ഥായാദരേണോർച്ചേർ നാമാങ്കേന ദണ്ഡവൽ സദൽ സന്ദർശനാനന്ദ നിവൃതാത്മേന്ദ്രിയാശയ ഹൃഷ്ടരോമാശുപൂർണാക്ഷോ നസേഹേ താവുദീക്ഷിതം ഉത്ഥായ പ്രാഞ്ജലിപ്രഹ്വ ഉത്സുക്യാദാശിഷന്യവ നമോ നമ ഇതീശാനോ ബഭാഷേ ഗദ്ഗദാക്ഷര തയോരാസനമാതായ പാദയോരവനിജ്ജ അർഹണേനാലുല്ല ലേപേന ധൂമമാല്യൈരപൂജയൽ സുഖമാസനമാസീനോ പ്രസാദാഭിമുഖോ മുനി പുനരാനമ്യപാദാഭ്യാം ഗരിഷ്ഠാവിധമബ്രവീൽ മാർക്കണ്ഡേയുവാച കിം വർണ്ണയേ തവ വിഭോ യദുദീരിതോസു സംസ്പന്ദതേ തമനുവാങ്മന ഇന്ദ്രിയാണി സ്പന്ദന്തി വൈ തനുഭൃതാ മജശർവയോശ്ച സ്വസ്യാപ്യഥാപി ഭജതാമസി ഭാവബന്ധു മൂർത്തി ഇമേ ഭഗവതോ ഭഗവം സ്ത്രിലോക്യ ക്ഷേമായ താപവിരമായ ച മൃത്യുജിത്യൈ നാനാബിഭർഷ്യ വിദുമന്യതനൂര്യഥേദം സൃഷ്ട്വാ പുനർഗ്രസസി സർവമിവോർണനാഭി തസ്യാവിദുസ്ഥിരചരേശിദൂരഘ്രിമൂലം യസ്തം ന കർമ്മഗുണകാലരുജസ്പൃശന്തി തദ്വൈ സ്തുവന്തി നിനമന്തി യജന്ത്യഭീഷ്ണം ധ്യായന്തി വേദഹൃദയാ മുനയസ്തദ്വാപ്തി നാന്യം തവാഘ്രുപയനാദപവർഗമൂർത്തി ക്ഷേമം ജനസ്യ പരിതോഭ്യ ഈശവിദ്മാ ബ്രഹ്മാഭിഭേത്യലമതോ ദ്വിപരാർത്ഥധിഷ്ണ്യ കാലസ്യ തേ മുദ തത്കൃതഭൗതികാനാം തദ്വൈ ഭജാമി ഹൃദധിയസ്തവ പാദമൂലം ഹിത്വേദമച്ഛതി ചാത്മഗുരോ പരസ്യ ദേഹാദ്യപാർത്ഥമസദന്ധ്യമഭിജ്ഞമാത്രം വിന്ദേതേ തർഹി സർവമനീഷിതാർത്ഥം സത്വം രജസ്തമ ഇതീശതവാത്മബന്ധോ മായാമയാ സ്ഥിതിലയോദയോ ഹേതവോസ്യ ലീലാധൃതായദവി തത്വമയീ പ്രശാന്തി നാന്യേ നൃണം വ്യസനമോഹഭിയശ്ചയാഭ്യാം തസ്മാത്തവേഹ ഭഗവന്നഥ താവകാനാം ശുക്ലാം തനും സ്വദീതാം കുശലാ ഭജന്തി യത്സാത്വതാ പുരുഷരൂപമുശന്തി സത്വം ലോകോയതോ ഭയമുദാത്മസുഖം ന യാചാന്യൽ തസ്മൈ നമോ ഭഗവതേ പുരുഷായ ഭൂമ്നെ വിശ്വായ വിശ്വഗുരവേ പരദേവതായേ നാരായണായ ഹൃഷയേ ച നരോത്തമായ ഹംസായ സംയദഗ്രേ നിഗമേശ്വരായ യം വൈ ന വേദവിദധാക്ഷപഥൈർഭ്രമന്തി സന്തം സഖേഷു സുഹൃദ്യപി ദൃക്പഥേഷു തന്മയാവൃതമതി സൗദേവ സാക്ഷാൽ നാദ്യസ്തവാഖിലഗുരോരുപസാദ്യവേദം യദ്ദർശനം നിഗമാത്മനഃ പ്രകാശം മുഹ്യന്തി യത്ര കവയോജപാരായ ദന്താം തം സർവവാദവിഷയപ്രതിരൂപശീലം വന്ദേ മഹാപുരുഷമാത്മനി മൂഢബോധം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീമദ്ഭഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം ദ്വാദശസ്കന്ധേ അഷ്ടമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ശ്രീമദ്ഭാഗവതം ദ്വാദശസ്കന്ധം 8-ാമത്തെ അധ്യായം. മാർക്കണ്ഡേയചരിതം. ശൗനകൻ പറഞ്ഞു, അല്ലയോ സൂത, അവിടുന്ന് ദീർഘായുഷ്മാനായിരിക്കട്ടെ. അല്ലയോ വക്തൃസത്തമ, അവിടുന്ന് സംസാരസാഗരത്തിൽ വീണു വലയുന്നവർക്ക് കര കാണിച്ചു കൊടുക്കുന്നവനാണ്. അവിടുന്ന് ഇനിയും ഹരികഥ പറഞ്ഞാലും മൃഗണ്ഡമുനിയുടെ പുത്രനായ മാർക്കണ്ഡേയ മുനിയെ ദീർഘായുഷ്മാൻ എന്ന് പറയുന്നുണ്ടല്ലോ. സർവ്വലോകങ്ങളും നശിച്ചു പോകുന്ന കൽപ്പാന്തകാലത്തു കൂടി അദ്ദേഹം എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? ഭാഗവതോത്തമനായ മാർക്കണ്ഡേയൻ ഞങ്ങളുടെ വംശത്തിൽ ഈ കൽപ്പത്തിൽ ജനിച്ചവനാണ്. ഈ കൽപ്പത്തിൽ ഇന്നേ വരെ പ്രളയം ഉണ്ടായിട്ടുമില്ല. ഏകമായി കിടക്കുന്ന പ്രളയജലത്തിൽ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം അരയാലിലയിൽ ശയിക്കുകയായിരുന്ന ഒരു അത്ഭുത ബാലനെ കണ്ടുവത്രേ. ഇത് കേട്ട് ഞങ്ങൾക്കും സംശയവും അത്ഭുതവും തോന്നുന്നു. പുരാണജ്ഞാനിയായ അവിടുന്ന് ഞങ്ങളുടെ സംശയം പരിഹരിച്ചാലും. സൂതൻ പറഞ്ഞു, മുനിമാരെ, നിങ്ങളുടെ ചോദ്യം ഉത്തമമായിരിക്കുന്നു. ജ്ഞാനത്തെയും കലിദോഷത്തെയും ഇല്ലാതാക്കുന്ന ഹരികഥ ആലപിക്കുവാൻ നിങ്ങൾ എനിക്ക് അവസരം നൽകിയിരിക്കുന്നു. മാർക്കണ്ഡേയൻ ബ്രാഹ്മണ വിധിപ്രകാരമുള്ള സംസ്കാരങ്ങളെല്ലാം നിർവഹിച്ച പിതാവിൽ നിന്ന് വേദങ്ങളെല്ലാം അഭ്യസിച്ച് തപസ്വാധ്യായയുക്തനായി കഴിഞ്ഞു വന്നു. ശാന്തനും ബ്രഹ്മചര്യവ്രതത്തോടു കൂടിയവനുമായ മാർക്കണ്ഡേയൻ ജടയേന്തി വൽക്കലം ധരിച്ച് പൂണൂൽ, ദണ്ഡ്, കമണ്ടലു മുതലായവയോടുകൂടി വിളങ്ങി. കൃഷ്ണാജനം, കുശ മുതലായവയോട് കൂടിയവനായി ദ്വിസന്ധികളിലും സൂര്യൻ, അഗ്നി, ഗുരു, ബ്രാഹ്മണർ എന്നിവരിൽ വിഷ്ണുവിനെ ദർശിച്ച് യഥാവധി പൂജിച്ചു. ഇരുനേരം ഭിക്ഷയാചിച്ചു കൊണ്ടുവന്ന് ഗുരുവിന് സമർപ്പിക്കും.
ഗുരുവിൻ്റെ അനുമതി ലഭിച്ചാൽ ഭക്ഷിക്കും, അല്ലെങ്കിൽ ഉപവാസത്തോടുകൂടി കഴിയും. പ്രകാരമുള്ള തപസ്വാധ്യായനിഷ്ഠയോടുകൂടി അദ്ദേഹം ഭഗവാൻ വിഷ്ണുവിനെ ആരാധിച്ച് മൃത്യുവിനെ ജയിച്ചു. ഇതുകണ്ട് ബ്രഹ്മാവ്, ശിവൻ, ഭൃഗു, ദക്ഷൻ തുടങ്ങിയവരും ബ്രഹ്മപുത്രന്മാർ സർവരും പിതൃക്കളും മർത്യരും ദേവന്മാരും എല്ലാം വളരെയധികം അത്ഭുതപ്പെട്ടുപോയി. നൈഷ്ഠിക ബ്രഹ്മചാരിയായ മാർക്കണ്ഡേയൻ തപസ്, ഇന്ദ്രിയ നിഗ്രഹം മുതലായവ കൊണ്ട് അന്ധകരണത്തെ പരിശുദ്ധമാക്കി ഭഗവാൻ ഋഷികേശനെ ധ്യാനിച്ചു. മഹായോഗം കൊണ്ട് ചിത്തത്തെ ആത്മാവിൽ ഉറപ്പിച്ച് അദ്ദേഹം 100 മന്വന്തരം തപസ്സനുഷ്ഠിച്ചു. മാർക്കണ്ഡേയന്റെ തപസ്സുകൊണ്ട് ഇന്ദ്രൻ വല്ലാതെ പരിഭ്രമിച്ചുപോയി. 7-ാം മന്വന്തരം ആരംഭിച്ചപ്പോൾ ഇന്ദ്രൻ മുനിയുടെ തപസ്സിന് വിഘാതം സൃഷ്ടിക്കുവാൻ ഇറങ്ങിപ്പുറപ്പെട്ടു. ഇന്ദ്രൻ വസന്തൻ, കാമൻ, മലയാനിലൻ, രജസ്, ലോഭം, മദം, ഗന്ധർവന്മാർ, അപ്സരസുകൾ തുടങ്ങിയവരെ മുനിയുടെ സമീപത്തേക്ക് അയച്ചു. ഹിമവാന്റെ വടക്ക് ഭാഗത്തുള്ള പുഷ്പഭദ്ര നദിയുടെ സമീപത്തുള്ള ചിത്രമെന്ന പേരോടുകൂടിയ ശിലയുടെ സമീപത്തായിരുന്നു മാർക്കണ്ഡേയ മുനിയുടെ ആശ്രമം. കാമദേവനും പരിവാരങ്ങളും ആ വനത്തിൽ പ്രവേശിച്ചു. ആ തപോവനം പുണ്യവൃക്ഷങ്ങൾ, നല്ല പക്ഷിഗണങ്ങൾ, തടാകങ്ങൾ, നല്ല ചെടികൾ മുതലായവ കൊണ്ട് പരിശുദ്ധമായിരുന്നു. മത്തകോകിലങ്ങളുടെ സംഗീതവും മത്തഭൃംഗങ്ങളുടെ ഝങ്കാരനാദവും മയിലുകളുടെ ആട്ടവും നാനാപക്ഷി വൃന്ദങ്ങളും കൊണ്ട് ആ പ്രദേശം അതിരമണീയമായിരുന്നു. അവിടെ എത്തിയ മാരുതൻ മഞ്ഞൻ കണങ്ങളും പുഷ്പഗന്ധവും വഹിച്ചുകൊണ്ട് കാമവികാരത്തെ ഉദ്ദീപിക്കുന്ന തരത്തിൽ വീശുവാൻ തുടങ്ങി. ഗന്ധർവന്മാർ, ഗായകന്മാർ, മേളക്കാർ, അപ്സര സ്ത്രീകൾ മുതലായവരോടുകൂടി കാമദേവൻ പൂവമ്പും വില്ലും ധരിച്ചെത്തി. അപ്സര സ്ത്രീകൾ അദ്ദേഹത്തിന് മുമ്പിൽ ചെന്ന് മദാലസ നൃത്തം ചെയ്തു. ഗായകർ മനോജ്ഞമായ രീതിയിൽ ഗാനങ്ങൾ ആലപിക്കാൻ തുടങ്ങി. തങ്ങളുടെ പ്രയത്നമെല്ലാം സഫലമായി തീർന്നിരിക്കുന്നു എന്ന് കരുതി കാമദേവൻ മുനിയുടെ നേരെ പൂവമ്പ് തൊടുത്തുവിടാൻ തുടങ്ങി. പക്ഷെ ഭാഗ്യഹീനന്റെ പരിശ്രമങ്ങൾ എന്ന പോലെ അവയൊന്നും ഫലിക്കാതെ പോയി. സർപ്പത്തെ ഉണർത്തിയ ബാലന്മാരെന്ന പോലെ മാർക്കണ്ഡേയമുനിയുടെ നേരെ അപരാധം പ്രവർത്തിച്ചവരായ കാമദേവനും പരിവാരങ്ങളും മുനിതേജസ്സിനാൽ വെന്തുരുകി തങ്ങളുടെ ഉദ്യമത്തിൽ നിന്നും പിന്തിരിയാൻ തുടങ്ങി. ഇന്ദ്രപരിവാരങ്ങൾ മുനിയുടെ നേരെ അപരാധം പ്രവർത്തിച്ചുവെങ്കിലും അദ്ദേഹം അഹന്ത വെച്ച് പുലർത്തിയില്ല. ഇതിൽ ഇത്ര അത്ഭുതപ്പെടുവാൻ എന്താണ് ഉള്ളത്? മഹാത്മാക്കൾ ഇങ്ങനെ തന്നെയാണല്ലോ. കാമദേവനും പരിവാരങ്ങളും പരാജിതരായി വന്നിരിക്കുന്നത് കണ്ട് ദേവേന്ദ്രൻ മാർക്കണ്ഡേയമുനിയുടെ പ്രഭാവത്തെക്കുറിച്ചൊത്ത വിസ്മയം കൊണ്ടു. തപസ്, ഇന്ദ്രിയ നിഗ്രഹം, കാമം മുതലായവ കൊണ്ട് ചിത്തത്തെ പരമാത്മാവിൽ ലയിപ്പിച്ചിരിക്കുന്ന മാർക്കണ്ഡേയമുനിയെ അനുഗ്രഹിക്കാൻ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയായിരിക്കുന്ന നരനാരായണ മുനിമാർ അവിടേക്ക് എഴുന്നള്ളി. അവരെ കണ്ട് മാർക്കണ്ഡേയമുനി ആദരവോടെ എഴുന്നേറ്റ് ചെന്ന് അവരുടെ പാദങ്ങളിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്തു. സാക്ഷാൽ ജഗദീശ്വരന്മാരായ നരനാരായണന്മാരെ കണ്ട് മാർക്കണ്ഡേയമുനിയുടെ ചിത്തം ആനന്ദം കൊണ്ട് പുളകിതമാവുകയും നേത്രങ്ങളിൽ കൂടി ആനന്ദാശ്രു ധാരധാരയായി പ്രവഹിക്കുകയും ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും തന്നെ സംസാരിക്കാനായില്ല. പിന്നെ അദ്ദേഹം സാവധാനം എഴുന്നേറ്റ് തൊണ്ട ഇടറിക്കൊണ്ട് നമോ നമ എന്ന് മാത്രം പറഞ്ഞു. പിന്നെ മാർക്കണ്ഡേയമുനി നാരായണന്മാർക്ക് ആസനം നൽകിയിരുത്തി അവരുടെ പാദങ്ങൾ കഴുകി. ഗന്ധം, ധൂപം തുടങ്ങിയ പൂജാദ്രവ്യങ്ങൾ കൊണ്ട് വിധി പോലെ പൂജിച്ചു. പൂജയിൽ സന്തുഷ്ടരായിരിക്കുന്ന നരനാരായണന്മാരുടെ പാദങ്ങളിൽ വീണ് മാർക്കണ്ഡേയമുനി പ്രകാരം സ്തുതിക്കുവാൻ തുടങ്ങി. മാർക്കണ്ഡേയൻ സ്തുതിച്ചു: ഹേ വിഭോ, ഞാൻ എങ്ങനെയാണ് അങ്ങയെ വാഴ്ത്തേണ്ടത്? പ്രാണനും ഇന്ദ്രിയങ്ങളും മനസ്സും വാക്കും ഞാനും സർവ്വശരീരികളും ബ്രഹ്മാവും ശിവനുമെല്ലാം അങ്ങയുടെ കൃപ കൊണ്ട് സ്പന്ദിക്കുന്നവരാണ്. ഇത്രത്തോളം മഹത്വമുള്ള നിന്ദ്രവടി ഭക്തജനങ്ങൾക്ക് ആത്മബന്ധവുമാണ്. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ഈ 2 രൂപങ്ങളും ലോകത്തിൻ്റെ ക്ഷേമത്തിനും താപത്രയ വിരാമത്തിനും മൃത്യുവിനെ ജയിക്കുന്നതിനും വേണ്ടിയുള്ളതാണല്ലോ. ചിലന്തി തന്നിൽ നിന്ന് തന്നെ വളർന്നുകയും തന്നിലേക്ക് തന്നെ ഗ്രസിക്കുകയും ചെയ്യുന്ന പോലെ നിന്ദ്രവടി തന്നെ ലോകത്തിലെ നാനാരൂപങ്ങളെ കൈക്കൊള്ളുകയും തന്നിലേക്ക് തന്നെ ഗ്രസിക്കുകയും ചെയ്യുന്നു. അല്ലയോ ഭഗവാനെ, നിന്ദ്രവടിയുടെ പാദകമലങ്ങളെ ഭജിക്കുന്നവരെ കർമ്മം, കാലം, ഗുണം തുടങ്ങിയവയുടെ മാലിന്യങ്ങളൊന്നും സമീപിക്കുന്നില്ല. വേദജ്ഞരായ മുനിമാർ നിരന്തരം അതിനെ സ്തുതിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു. പ്രകാരമിരിക്കുന്ന നിന്ദ്രവടിയുടെ പാദപങ്കജങ്ങളെ ഞാനിതാ ഭജിക്കുന്നു. അല്ലയോ ഭഗവാനെ, എല്ലായിടത്തു നിന്നും ഭയപ്പെടേണ്ടി വരുന്ന ഞങ്ങൾക്ക് മോക്ഷസ്വരൂപനായ നിന്ദ്രവടിയുടെ തൃപ്പാദങ്ങളെ ഒഴിച്ച് മറ്റെന്താണ് ശരണമായിട്ടുള്ളത്? 2 പരാർദ്ധം വരെ ആയുസ്സുള്ള ബ്രഹ്മാവ് കൂടി കാലസ്വരൂപനായ നിന്ദ്രവടിയെ ഭയപ്പെട്ട് കഴിയുന്നു. ആ നിലയ്ക്ക് ബ്രഹ്മാവിൻ്റെ സൃഷ്ടികളുടെ കാര്യം പറയേണ്ടതുണ്ടോ? അല്ലയോ ഭഗവാനെ, അതുകൊണ്ട് ഞാൻ ജഡമായിരിക്കുന്ന ശരീരത്തിലുള്ള മമതയെ വെടിഞ്ഞ് ജഗദ്ഗുരുവും പരാൽപരനും സർവാർത്ഥ സാധകനുമായ നിന്ദ്രവടിയുടെ പാദകമലങ്ങളെ ശരണം പ്രാപിക്കുന്നു. അല്ലയോ ആത്മബന്ധോ, ഭഗവാൻ സത്വരജസ്തമോമയവും മായാമയങ്ങളുമായിരിക്കുന്ന മൂർത്തിത്രയങ്ങളെ സൃഷ്ടിസ്ഥിതി സംഹാരാർത്ഥമായി ലീലയാ ധരിക്കുന്നു. ഇവയിൽ വെച്ച് സത്വഗുണപ്രധാനമായ മൂർത്തിയെ തന്നെയാണ് മർത്യൻ ശാന്തിക്ക് വേണ്ടി
ഭജിക്കേണ്ടത്. മറ്റു രണ്ട് രൂപങ്ങളും ദുഃഖത്തെയും മോഹത്തെയും ഉണ്ടാക്കുന്നവയാണ്. അതുകൊണ്ട് അല്ലയോ ഭഗവാനെ, ലോകത്ത് വിദ്വാൻമാരായവർ ഇന്ദ്രരുടെ സത്വമൂർത്തിയെ തന്നെ ഉത്തമമെന്ന് കണ്ടു ഭജിക്കുന്നു. അങ്ങയുടെ ശുദ്ധ സത്വസ്വരൂപമാണ് ഭക്തജനങ്ങൾക്ക് ആത്മസുഖത്തെയും വൈകുണ്ഠത്തെയും നൽകുന്നത്. ഇവ വേറെ ഒന്നിൽ നിന്നും സിദ്ധിക്കുകയുമില്ല. തസ്മൈ നമോ ഭഗവതേ പുരുഷായ ഭുംനെ വിശ്വായ വിശ്വഗുരവേ പരദേവതായ നാരായണായ ഋഷയേ ചന്ദ്രോത്തമായ ഹംസായ സംയതഗിരേ നിഗമേശ്വരായ. അല്ലയോ പുരുഷോത്തമ വിശ്വമൂർത്തെ, വിശ്വഗുരവേ പരദേവമേ, വേദങ്ങൾക്കെല്ലാം ഈശ്വരനായിരിക്കുന്നവനെ നിന്ദ്രയൊഴിക്കായിക്കൊണ്ട് നമസ്കാരം. ക്ഷയസുഖാനുഭവം കൊണ്ട് ബുദ്ധി ഭ്രമിച്ചു പോയിരിക്കുന്നവനായ പുരുഷൻ സ്വന്തം ഹൃദയത്തിലും നേത്രപഥത്തിലും പ്രാണനിലും സദാവസിക്കുന്ന നിന്ദ്രയൊഴിയുടെ മായ കൊണ്ട് മോഹിക്കപ്പെടുന്നവനായതുകൊണ്ട് അറിയുന്നില്ല. അങ്ങയുടെ രഹസ്യം വേദങ്ങളിൽ കൂടി പോലും അറിയാൻ കഴിയാതെ ബ്രഹ്മാദികൾ കൂടി മോഹിച്ചു പോകുന്നു. സർവവാദ വിഷയാനുകൂല സ്വഭാവത്തോടു കൂടിയവനും ആത്മനിഗൂഢബോധത്തോടു കൂടിയവനുമായ മഹാവിഷ്ണുനായ അങ്ങേക്ക് നമസ്കാരം. ഇതോടുകൂടി 8ാമത്തെ ഈ അധ്യായം അവസാനിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.